അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അള്ളാഹിൻ്റെ വലിയ ഞങ്ങളുടെ ജമാഅത്ത് ചെന്നൈയിൽ വന്നേക്കുക. ചെന്നൈയിൽ ഇന്നലെ ഈ പള്ളിയിൽ വന്നതാണ്. ഈ പള്ളിയിൽ വന്ന് താഴെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഇവിടെ വലിയൊരു മുസ്ലിം നേതാവിൻ്റെ ഖബറിടം ഉണ്ട് എന്ന് പറഞ്ഞ് ഇത് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ എനിക്കിത് മനസ്സിലായില്ലായിരുന്നു. ഞാൻ പള്ളിയുടെ പുറവശത്താണ് വന്നത്. വന്ന് നോക്കിയപ്പോൾ അൽഹംദുലില്ലാഹ് കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ഖബറിട. അൽഹംദുലില്ലാഹ് അനുഗ്രഹം ചെയ്തേക്കണം. നമ്മളൊന്ന് വന്ന് കഴിഞ്ഞ മാർച്ചിൽ വന്ന് കണ്ട് ഖബർ സിയാറത്ത് ചെയ്ത് പോയതാണ്. വീണ്ടും അല്ലാഹു തആല നമ്മളെ ഇവിടെ തന്നെ വീണ്ടും എത്തിച്ചു. ഇദ്ദേഹത്തെ പറ്റി ഇവിടെ ആളുകൾക്ക് വലിയ മതിപ്പാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഒരാളിങ്ങനെ സംസാരിച്ചു പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം നേതാവിൻ്റെ ഖബറിടമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന ആളാണ്. എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ പരിശ്രമം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം, ആ രൂപീകരണത്തിന് ശേഷം ആ പാർട്ടിക്കുണ്ടായ ആ വളർച്ച, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന സംഘടന, ലോകത്തെ ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനം ചാരിറ്റി നടത്തുന്ന സംഘടന, ലോകത്തെ ഏറ്റവും കൂടുതൽ രോഗികളായ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുന്ന സംഘടന, ലോകത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് സംരക്ഷണം നൽകുന്ന സംഘടന, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിമുകളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സംഘടന, ഈ സംഘടനയുടെ എല്ലാ നേതാവ് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന് അല്ലാഹു തആല വലിയ തൗഫീഖ കൊടുത്തിരിക്കുന്നു. അല്ലാഹു തആല വലിയ ഖൈറ കൊടുത്തിരിക്കുന്നു. കാരണം ഇങ്ങനത്തെ ഒരാൾ ദുനിയാവിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കുറവാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ സംഘടനയെ ഇദ്ദേഹം രൂപീകരിക്കുകയും അതിൻ്റെ പിന്നിൽ നമ്മൾ മലയാളികളായ പ്രത്യേകിച്ച് മലബാറിലുള്ള പാഫിക്ക് തങ്ങൾ ഉൾപ്പെടുന്ന ആളുകൾ അതിൻ്റെ പിന്നിൽ അണിചേരുകയും തുടർന്ന് ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള നേതാക്കൾ അതിനെ നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥ ഇദ്ദേഹത്തിന് അറിയില്ലായിരിക്കും, ചിലപ്പോൾ അറിയായിരിക്കും. ഇത് 21.5 കോടി രൂപയായി വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമ്മുടെ സംഘടന രൂപീകരിക്കുന്നത്. എത്രയോ വലിയ ഖൈറാണ്. ഇതിൻ്റെ എല്ലാം പ്രതിഫലം ഇദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് എത്തുന്നുണ്ടെന്നുള്ള ഒരു ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ്ദേഹത്തിൻ്റെ ദറജാത്തുകളെ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ഖബർ ജീവിതം ഏറ്റവും സുന്ദരമാക്കട്ടെ. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ നമ്മളെയും നാളെ ഈ ഖബർവാസികളായ എല്ലാവരെയും ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളായ മുസ്ലിങ്ങളായ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.